നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള വെറും 72 ദിവസത്തിനുള്ളിൽ LDF സർക്കാർ സംസ്ഥാനത്ത് വാരിക്കോരി നൽകിയത് 22 പുതിയ ബാർ ലൈസൻസുകൾ. ജനുവരിയിൽ 9, ഫെബ്രുവരിയിൽ 3, മാർച്ചിൽ 10 എന്നിങ്ങനെ അതിവേഗം ഫയലുകൾ നീക്കിയുള്ള ഈ നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തലേദിവസം വരെ നീണ്ടുനിന്നു. ബാറുകളുടെ പ്രവർത്തന സമയം രാത്രി 11 കൂലിൽ നിന്ന് 12 വരെ ദീർഘിപ്പിച്ചതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൂടി ചേർത്തു വായിക്കുമ്പോൾ ഇതൊരു വലിയ സാമ്പത്തിക അഴിമതിയിലേക്ക് വിരല് ചൂണ്ടുന്നുവെന്നാണ് ആരോപണം. ഈ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും പരാതിക്കാരുടെ അഭാവമാണ് പ്രധാന തടസ്സം. സർക്കാരിന് നേരിട്ട് സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന സാങ്കേതികത്വം ഉപയോഗിച്ച് പ്രതിരോധം തീർക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ബാറുടമകളുടെ സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തിരക്കിട്ട നടപടികൾ സ്വീകരിച്ചത് വിജിലൻസ് പരിശോധനയ്ക്ക് വഴിവെച്ചേക്കും. ഇതിനായി വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് UDF നേതൃത്വം. മുഖ്യമന്ത്രി VD സതീശന് ഇക്കാര്യത്തിൽ ഉടനെ തീരുമാനമെടുക്കും. UDF സർക്കാരിന്റെ നീക്കം CPM തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോഴത്തെ മദ്യനയത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിന് യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്ന വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നിടത്തുനിന്നും ഇപ്പോൾ അത് 903 ഉയർന്നതെങ്ങനെയെന്ന് സതീശന് ചോദിക്കുന്നു. 512 3 സ്റ്റാർ ഹോട്ടലുകൾക്കും 308 4 സ്റ്റാർ ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് നൽകിയതിലൂടെ സർക്കാർ ലക്ഷ്യമിട്ടത് ജനക്ഷേമമല്ല, മറിച്ച് സാമ്പത്തിക നേട്ടം മാത്രമാണെന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷം ഉറപ്പിച്ചു പറയുന്നു. മദ്യനയത്തിലെ ക്രമക്കേടുകൾക്കൊപ്പം മുൻ മന്ത്രി MB രാജേഷിനെതിരെയും അന്വേഷണം നീങ്ങാൻ സാധ്യതയുണ്ട്. ടൂറിസം മേഖലയിലെ വിവിധ ഇടപാടുകളും ഹോട്ടലുകൾക്ക് ലൈസൻസ് ലഭിച്ച സാഹചര്യങ്ങളും പ്രത്യേകമായി പരിശോധിക്കപ്പെടും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ടൂറിസത്തിന്റെ മറവില് ബാറുകൾക്ക് അനുമതി നൽകിയതിലെ അസ്വാഭാവികതകൾ കണ്ടെത്താൻ VD സതീശന് സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. മുൻമന്ത്രി രാജേഷിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില ഫയൽ നീക്കങ്ങൾ ഇതിനോടകം തന്നെ സംശയത്തിന്റെ നിഴലിലാണ്. ബവറേജസ് ഷോപ്പുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് വരുത്താതെ ബാറുകളെ മാത്രം ഇത്രയധികം പ്രോത്സാഹിപ്പിച്ചത് എന്തിനെന്ന ചോദ്യത്തിനു മുന് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നിലവിലെ കൺസ്യൂമർ ഫെഡിന് കീഴിൽ 46 ഔട്ട്ലെറ്റുകൾ മാത്രമുള്ളപ്പോൾ ബാറുകളുടെ ബാഹുല്യം സാമ്പത്തിക ഇടപാടുകളിൽ വലിയ അഴിമതി നടന്നു എന്നതിലേക്കാണ് വിരല് ചൂണ്ടുന്നത്. ബാർ ജീവനക്കാരുടെ സംഘടനകൾ ഉന്നയിക്കുന്ന പരാതികൾ മുൻനിർത്തി പ്രവർത്തന സമയം മാറ്റിയ തീരുമാനവും പുനഃപരിശോധിക്കാൻ സർക്കാർ നിർബന്ധിതരായേക്കും. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബാറുടമകൾക്ക് നൽകിയ ഈ സമ്മാനം ഇടത് സർക്കാരിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചു. ഇതും ഇടതുമുന്നണിയുടെ തോൽവിക്ക് കാരണമായി. കോൺഗ്രസ് ഈ വിഷയം നിയമസഭയിലും പുറത്തും പ്രതിപക്ഷത്തിനെതിരെ വലിയൊരു ആയുധമാക്കാനാണ് പദ്ധതിയിടുന്നത്. വിജിലൻസ് അന്വേഷണം നടന്നാൽ അത് മുൻ മന്ത്രിസഭയിലെ പ്രമുഖരിലേക്ക് വരെ നീളുമെന്ന ഭയം CPM നേതൃത്വത്തിനുണ്ട്. എന്തായാലും മദ്യനയത്തിലെ ഈ വെട്ടിപ്പ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ചർച്ചാവിഷയമായി മാറുമെന്നുറപ്പാണ്.